ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സിഞ്ചു ടെക് ഷെയർ. ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലെനോവോയുടെ തിങ്ക്പാഡ് സീരീസിൽ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ലാപ്ടോപ്പ്. ഇവിടെ ദുബായിൽ ഈ ലാപ്ടോപ്പിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 12,500 ദർഹമാണ്. അതായത് നാട്ടിലെ ഏകദേശം 3 ലക്ഷത്തോളം രൂപ വില വരുന്ന ലാപ്ടോപ്പ്. എന്തായാലും നമുക്ക് ഈ ലാപ്ടോപ്പ് അൺബോക്സിംഗ് ചെയ്തിട്ട് എന്താണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ലാപ്ടോപ്പ്. ഇതിന്റെ ബോക്സ് വരുന്നത് ഇങ്ങനെയാണ്. ഈ ലാപ്ടോപ്പിന്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് ലെനോവോ തിങ്ക്പാഡ് P16V ജനറേഷൻ 2 ആണ്. ലെനോവോയുടെ ഈ ലാപ്ടോപ്പ് ഹൈ എൻഡ് വർക്ക് ലോഡ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ മൊബൈൽ വർക്ക് സ്റ്റേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്ത് ലാപ്ടോപ്പ് പുറത്തെടുത്ത് ഈ കാണുന്നതാണ് ലാപ്ടോപ്പ്. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ലാപ്ടോപ്പാണ്. ഈ കാണുന്നത് പവർ അഡാപ്റ്റർ ആണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന ചാർജർ എന്ന് പറയുന്നത് 170 വാട്ട്സ് സപ്ലൈ ചെയ്യുന്ന ഒരു പവർ അഡാപ്റ്റർ ആണ് ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത്. ഇതിന്റെ ഒപ്പം ഒരു സൂപ്പർ സ്ട്രീം കണക്ടർ ആണ് ഇതിന്റെ വന്നിരിക്കുന്നത്. സാധാരണ ടൈപ്പ് സി അല്ല, അത്യാവശ്യം ലോഡ് വരുന്നതുകൊണ്ടായിരിക്കും ഇവർ ഡിഫറെന്റ് ടൈപ്പ് കണക്ടർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് ലാപ്ടോപ്പിന്റെ വ്യൂ വരുന്നത്. സൈഡിലായിട്ട് കുറച്ച് കണക്ടറുകൾ ഹീറ്റ്സിന്റെ എയർ സർക്കുലേഷന് വേണ്ടിയുള്ള ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ സൈഡിലും കുറച്ച് പോർട്ടുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് വരുന്നത്, ബാക്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെവിയാണ്, നല്ല വെയിറ്റ് ഉള്ള ഒരു ലാപ്ടോപ്പാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു എബോവ് 2 kg വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടോപ്പിൽ തന്നെ ഇവിടെ ലെനോവോയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് തിങ്ക്പാഡിന്ന് ഒരു ബ്രാൻഡിങ്ങും അതിൻ്റെ ഒരു LED ഇൻഡിക്കേറ്ററും ഉണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു HDMI പോർട്ട് സ്ലോട്ട് ഉണ്ട്, പിന്നെ ഒരു SD കാർഡ് സ്ലോട്ട് ഉണ്ട്, പിന്നെ ഫ്രണ്ട് ഭാഗത്തൊന്നുമില്ല. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ 4G സിം കാർഡ് ഇടാൻ സ്ലോട്ട് ഉണ്ട്, പിന്നെ ഒരു ഓഡിയോ ജാക്ക്, ഒരു USB ടൈപ്പ് സി ഉണ്ട്, ഒരു USB ടൈപ്പ് എ കണക്ടർ ഉണ്ട്, സെക്യൂരിറ്റി ലോക്ക് ഉണ്ട്. ബാക്കിലോട്ട് വരുമ്പോൾ ഹീറ്റ് സിങ്കും എയർ സർക്കുലേഷനുള്ള വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. ഒരു ലാൻഡ് പോർട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്. ഇത് കൂടി പവർ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഇതിനോട് കൂടെ സപ്ലൈ ചെയ്തിരിക്കുന്ന പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ പുറത്ത് വരുന്ന ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇഞ്ചസ് ഒക്കെ നല്ല ക്വാളിറ്റി ഇഞ്ചസ് ആണ്. 180 ഡിഗ്രി വരെ നമുക്ക് ഓപ്പൺ ചെയ്ത് അടക്കാവുന്ന ഇഞ്ചസ് ആണ്. ഇവിടെ നോക്കുമ്പോൾ കാണാം ഡോൾബി ഓഡിയോ എന്നൊരു ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ CO2 ഓഫ്സെറ്റ് സർവീസ് ബൈ ലെനോവോ എന്നുള്ള ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇന്റൽ വി പ്രോ എന്റർപ്രൈസ് എന്നൊരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടച്ച് പാഡ് ഉണ്ട്. ഇവിടെയും തിങ്ക്പാഡും ഒരു LED ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ പവർ ബട്ടൺ ഉണ്ട്. അത് തന്നെ ഫിംഗർ പ്രിന്റ് റീഡർ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതൊരു ഇംഗ്ലീഷ് വിത്ത് അറബിക് പ്രിന്റഡ് കീബോർഡ് ആണ്. നമ്പർ പാഡ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. വലിയൊരു ലാപ്ടോപ്പാണ്. 2 ക്യാമറ കാണുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പ്രൈവസി ഷട്ടറും ഉണ്ട്. അത്യാവശ്യം ഹെവി ഐറ്റം തന്നെയാണ്. ഇത് നമുക്കിനി ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള സ്പെക്കും കാര്യങ്ങളും എന്താണ് ഈ 3 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പവർ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് പവർ ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പവർ കണക്ടറൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ടിട്ട് നമുക്ക് പവർ ഓൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പവർ ബാക്കിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ പവർ വരുന്നത്. അത് കണക്ട് ചെയ്തു. ലെനോവോയുടെ ലേബലിംഗ് വന്നു. ഇപ്പോൾ ലെനോവോയുടെ സ്റ്റാർട്ടിംഗ് പേജ് വന്നു. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തതിൻ്റെ ചെറിയൊരു ഡിലേ ഉണ്ടാവും. നമുക്കിവിടെ ഫാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എയർ സർക്കുലേഷനൊക്കെ ഇവിടെ ഫീൽ ചെയ്യാം കേട്ടോ. ബാക്കിൽ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ ഫാനൊക്കെ ബാഗിൽ നന്നായിട്ട് കൂളിംഗ് കൊടുക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു വർക്ക് സ്റ്റേഷൻ മോഡൽ തന്നെയുള്ള ഡിസൈൻഡ് ലാപ്ടോപ്പാണത്. വന്നു ഏകദേശം ഒരു 30 സെക്കൻഡ് ടൈം എടുത്തു. പക്ഷേ അത് ഇനീഷ്യൽ ടേൺ ഓൺ ആണ്. ഈ സ്ക്രീൻ വന്നു. ഇവിടെ വെച്ച് ഞാൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്താൽ പിന്നെ ഇത് ഒരു 1.5 മണിക്കൂർ നമ്മുടെ പോക്കാണ്. അപ്പോൾ ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനിലോട്ട് പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്താ വെച്ചാൽ ഷിഫ്റ്റ് ഫംഗ്ഷൻ F10 അടിച്ചിട്ട് കമാൻഡ് ലൈൻ എടുക്കും. ഇവിടെ നമ്മൾ OOBE \bypass NRO കൊടുത്ത് എൻ്റർ അടിക്കുന്നു. ഇനി PC റീസ്റ്റാർട്ട് ചെയ്ത് തരുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാതെ തന്നെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ലാപ്ടോപ്പ് വീണ്ടും ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ സെറ്റപ്പിലോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇത് ലോഡായി വരും. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഓണായി വന്നിട്ടുണ്ട്. നമുക്കിനി നെറ്റ്വർക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ലാപ്ടോപ്പ് വരുന്നത് വിൻഡോസിൻ്റെ 11 Pro
എഡിഷനോട് കൂടിയാണ്. അതായത് ഒരു എന്റർപ്രൈസ് ക്ലാസ്സിൽ വരുന്ന ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെയാണ് പ്രോ എഡിഷനിൽ തന്നെ ഈ ലാപ്ടോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡൊമൈൻ കൺട്രോൾ പാനൽ അല്ലെങ്കിൽ ഇൻട്യൂണായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ലാപ്ടോപ്പ് റെഡി ടു യൂസ് ആണ്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ ഹാർഡ്വെയർ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഈ 3 ലക്ഷം രൂപ എന്തിനാണ് കൊടുത്തതെന്ന് അറിയണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ പ്രൊസസ്സർ എന്താണെന്ന് ചെക്ക് ചെയ്യാം. പ്രൊസസ്സർ ചെക്ക് ചെയ്യാനായിട്ട് സിസ്റ്റം പ്രോപ്പർട്ടീസ് എടുത്തു. ഇവിടെ നമുക്ക് കാണാം ഇന്റൽ കോർ അൾട്രാസ് 9 185H എന്ന് പറയുന്ന 2.3 GHz സ്പീഡിൽ വരുന്ന പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം പറ്റും, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അൾട്രാ 9 പ്രൊസസ്സറുള്ള ഒരു ലാപ്ടോപ്പ് ആദ്യമായിട്ട് കാണുന്നതും കൈകാര്യം ചെയ്യുന്നതും. ഞാൻ ഇന്റൽ i7 അല്ലാണ്ട് ഇന്റൽ i9 ഞാൻ ഇതുവരെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള യോഗം എനിക്ക് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ഹയർ എൻഡ് ആയിട്ടുള്ള U9 സീരീസ് വരുന്ന ഒരു പ്രൊസസ്സറുള്ള ലാപ്ടോപ്പ് കൈകാര്യം ചെയ്യാൻ പറ്റിയത്. ഇനി നമുക്ക് ഈ പ്രൊസസ്സറിൽ എത്ര കോർ കാര്യങ്ങളുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ MS Info 32 എന്ന് റണ്ണിൽ അടിക്കുന്നു. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇന്റൽ കോർ അൾട്രാ 9 185H സീരീസിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ്. അതായത് ഹൈ പെർഫോമൻസ് സീരീസിൽ വരുന്ന പ്രൊസസ്സറുകളെയാണ് ഇന്റൽ H സീരീസിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാം 16 കോഴ്സ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 16 കോഴ്സിൽ 6 കോർ എന്ന് പറയുന്നത് പെർഫോമൻസിന് വേണ്ടിയും 10 കോർ എന്ന് പറയുന്നത് എഫിഷ്യൻസിക്ക് വേണ്ടിയാണ് ഇവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 22 ലോജിക്കൽ പ്രൊസസ്സേഴ്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഡിവൈസ് മാനേജറിൽ പോയാൽ നമുക്ക് കാണാം ഇതിന്റെ പ്രൊസസ്സർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22 ലോജിക്കൽ പ്രൊസസ്സേഴ്സ് ഉണ്ട്. അത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് നമുക്കിവിടെ ഒരു ന്യൂറൽ പ്രൊസസ്സർ അല്ലെങ്കിൽ NCPU കാണാം. ഇന്റലിന്റെ അൾട്രാ സീരീസ് പ്രൊസസ്സറിന്റെ കൂടെയാണ് ഇവർ NCPU കൂടി ഇറക്കി തുടങ്ങിയത്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് AI റിലേറ്റഡ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ AI റിലേറ്റഡ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ലോഡ് നമ്മളുടെ പ്രൊസസ്സറിലും ഗ്രാഫിക്സ് CPU-ലൊന്നും വരില്ല. അതിന് വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവെർട്ടർ അല്ലെങ്കിൽ VR തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇതാണ്. ഇവർ പറയുന്ന ഏകദേശം 34 ട്രില്യൺ പ്രോസസ്സറുകൾ ഒരു സെക്കൻഡിൽ ഹാൻഡിൽ ചെയ്യാവുന്ന പ്രൊസസ്സറാണ് ഇതിൽ വെച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പ്രൊസസ്സറും വലിയ കാര്യമായിട്ട് ഇവിടെ ലോഡൊന്നും കാണിക്കുന്നത് ഏകദേശം 7% ആണ് ഐഡിയൽ ആയിട്ടിരിക്കുന്നത് തന്നെ വരുന്നുള്ളൂ. NCPU 0% ആണ്, ഒരു കാര്യം ഇതിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിനി ഇതിന്റെ റാം നോക്കാം. അപ്പോൾ ഇതിന്റെ റാം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കാണാം 32 GB റാം ലോഡ് ചെയ്തിട്ടാണ് ഈ ലാപ്ടോപ്പ് വന്നിരിക്കുന്നത്. കമ്പനി പറയുന്ന മാക്സിമം 96 GB റാം വരെ നമുക്ക് ഇതിൽ ഇൻസർട്ട് ചെയ്യാം. ഇതിൽ വന്നിരിക്കുന്ന റാമിന്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 5600 MHz ക്ലോക്ക് സ്പീഡിൽ വരുന്ന റാമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. 2 സ്ലോട്ടാണ് വരുന്നത്. 2 സ്ലോട്ടിലുമായിട്ട് നമുക്ക് ഇതിൽ 96 GB റാം ഇൻസർട്ട് ചെയ്യാൻ പറ്റും. ഈ ലാപ്ടോപ്പിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 1 TB ആണ്. സൈറ്റിൽ പറയുന്നത് അപ് ടു 4 TB വരെ ഇതിന്റെ സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യും. ഇതിൽ വരുന്ന SSD കാർഡ് എന്ന് പറയുന്നത് PCIe Generation 4 NVMe SSD കാർഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ ഗ്രാഫിക്സ് ചെക്ക് ചെയ്യാം. ഗ്രാഫിക്സ് ഇതിൽ 2 ടൈപ്പ് ഗ്രാഫിക്സ് ആണ് വരുന്നത്. ഒന്ന് ഇന്റലിന്റെ ഇന്റഗ്രേറ്റഡ് ആർക്ക് ഗ്രാഫിക്സ്, മെമ്മറി ഇതിന്റെ പകുതിയോളം ഷെയർ ചെയ്യുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ കാണാം. പിന്നെ വരുന്ന ഒരു ഗ്രാഫിക്സ് ആണ് NVIDIA RTX 3000 ADA ജനറേഷൻ ലാപ്ടോപ്പ് GCPU ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടിരിക്കുന്നത് തന്നെ. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ സ്ക്രീനിന്റെ റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. 16:10 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോ ആണ് ഇതിൽ വരുന്നത്. ഏകദേശം 16 ഇഞ്ചിന്റെ ഒരു LCD മോണിറ്ററാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ HD ആണ് ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഗ്രാഫിക്സ് ഉള്ളതുകൊണ്ട് ഇതിന്റെ HDMI പോർട്ട് എന്ന് പറയുന്നത് 2.1 ആണ്. അപ്പോൾ ആ പോർട്ട് വഴി നമുക്ക് 4K റെസൊല്യൂഷനുള്ള മോണിറ്റേഴ്സ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ആന്റി ഗ്ലെയർ, TUV ഐ സേഫ്, 400 നൈറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. പിന്നെ ലോ ബ്ലൂ ലൈറ്റ് തുടങ്ങിയ ഫീച്ചറുകളെല്ലാം ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം എന്തിനാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക് ഡിസൈനറോ അല്ലെങ്കിൽ ഡിസൈൻ ടൈപ്പ് വർക്കൊക്കെയാണ് നമ്മൾ ഈ ലാപ്ടോപ്പ് ചെയ്യുന്നത്. കൂടുതൽ നേരം നമ്മൾ ഈ ലാപ്ടോപ്പ് സ്ക്രീനിൽ നോക്കിയിരിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ആന്റി ഗ്ലെയർ അല്ലെങ്കിൽ ലോ ബ്ലൂ ലൈറ്റ് തുടങ്ങിയ ഫീച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനധികം ലോഡ് വരില്ല, കണ്ണുവേദന തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവില്ല. അധികം ബ്രൈറ്റ്നസ് ഇതിൽ നിന്ന് വരാത്തത് കൊണ്ട് തന്നെ അധികം നേരം വർക്ക് ചെയ്യാനൊക്കെ പറ്റും. അതിനൊക്കെ വേണ്ടിയാണ് ഈ വക ഫീച്ചറുകളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യണമെങ്കിൽ 19 വർക്ക് അവേഴ്സ് ആണ് ഈ കമ്പനി പറയുന്ന ഈ ലാപ്ടോപ്പിന്റെ ബാറ്ററി ബാക്കപ്പ്. 1 hour 60 മിനിറ്റ്സ് കൊണ്ട് ബാറ്ററിയുടെ 80% നമുക്ക് റാപ്പിഡ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ടും ബാറ്ററിയുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കപ്പ് എന്ന് പറയുന്നത് ഇത് ഹെവി ലോഡർ ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ മാക്സിമം 2 hours ആയിരിക്കും. ആർക്ക് ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്ന വാട്ട്സ് എന്ന് പറയുന്നത് 135 വാട്ട്. അല്ല NVIDIA ഗ്രാഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത് 170 വാട്ട്സോളം യൂസ് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും വാട്ട്സ് ഒക്കെ വെച്ചിട്ട് ഈ ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് മാക്സിമം 1 അല്ലെങ്കിൽ 2 hours. അതിനെ അബോ നമുക്ക് എന്തായാലും കിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ ചെക്ക്. ഇതിൽ 2 ക്യാമറയാണ് വരുന്നത്. ഒരു ക്യാമറ എന്ന് പറയുന്നത് 1080p FHD ക്യാമറയാണ് വരുന്നത്. രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 5MP RGB വിത്ത് ഇൻഫ്രാറെഡ് വരുന്ന ഒരു ക്യാമറയാണ് ഇതിൽ വന്നിരിക്കുന്നത്. രണ്ടിനും കൂടി ഒരൊറ്റ പ്രൈവസി ഷട്ടറും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഹ്യൂമൻ പ്രസൻസ് ഡിറ്റക്ഷൻ ഫീച്ചർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊരു AI ബേസ്ഡ് ഫീച്ചറാണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ഇവർ AI വെച്ചിട്ട് ഈ ക്യാമറ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യും. കുറെ നേരം നമ്മൾ ആൾ ഇതിന്റെ ഫ്രണ്ടിൽ ഇല്ലെങ്കിൽ
ഈ ലാപ്ടോപ്പ് തനിയെ സ്ലീപ്പ് മോഡിലോട്ട് പോകും. അങ്ങനെ എനർജി സേവ് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കിലോട്ട് പോകാം. ആ ഒരു ഫെസിലിറ്റി കൂടി ഈ ലാപ്ടോപ്പിൽ നമുക്ക് തരുന്നുണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇവർ തന്നിട്ടുണ്ട്. ഒന്ന്, ഇതിൽ ഒരു ഫിസിക്കൽ ലോക്ക് പ്രൊവിഷൻ തന്നിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മളുടെ ഫിംഗർ പ്രിന്റ് റീഡർ ഉണ്ട്. പവറിൻ്റെ ഒപ്പം ഫിംഗർ പ്രിന്റ് വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം. മൂന്നാമത്തേതാണ് TPM, ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മോഡ്യൂൾ. അപ്പോൾ നമ്മൾ ബിറ്റ് ലോക്കർ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ TPM വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പ് തെഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് സെക്യൂർ ചെയ്യാൻ പറ്റും. അതായത് തെഫ്റ്റ് ചെയ്താലും നമ്മുടെ ഡേറ്റ പോവാണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ TPM വെച്ച് എങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പ് സെക്യൂർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ ബയോസിൽ കയറിയിട്ട് സെക്യൂർ ബൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതും TPM എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ലാപ്ടോപ്പിൽ വിൻഡോസിൻ്റെ ബിറ്റ് ലോക്കർ എന്ന് പറയുന്ന ഒരു എൻക്രിപ്ഷൻ ഉള്ളൂ, അത് സ്റ്റാർട്ട് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഡിസ്ക് ഫുള്ളായിട്ട് എൻക്രിപ്റ്റ് ആവും. എൻക്രിപ്റ്റ് ആയതിനു ശേഷം ഇതിനൊരു കീ ഉണ്ടാവും. ആ കീ നമ്മളുടെ TPM സ്റ്റോർ ചെയ്ത് വെക്കും. ആരെങ്കിലും നമ്മൾ പാസ്വേഡ് ഇല്ലാണ്ട് ഇതിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് ഒരു ഓപ്ഷൻ ഉള്ളത്, ഇതിൽ നിന്ന് ഹാർഡ് ഡ്രൈവ് ഊരിയിടുക. രണ്ടാമത്തത് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നോക്കാന്നുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡ്രൈവ് ഊരി കഴിഞ്ഞാൽ ഇതിൽ ബിറ്റ് ലോക്കർ ഉള്ളതുകൊണ്ട് ആ എൻക്രിപ്ഷൻ ഓവർ റൈഡ് ചെയ്യാതെ ആർക്കും അതിൽ ഡേറ്റ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ എൻക്രിപ്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ. അതായത് നമുക്ക് വിൻഡോസിന്റെ ബൂട്ടബിൾ കീ അല്ലെങ്കിൽ HRN-CD അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുണ്ട്, അതെല്ലാം വെച്ചിട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ സെക്യൂർ ബൂട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട് ബയോസിൽ, അത് ഡിസേബിൾ ചെയ്യണം. അത് ഡിസേബിൾ ചെയ്യുമ്പോൾ ബിറ്റ് ലോക്കർ ഇല്ലാണ്ട് പിന്നെ ഈ ഹാർഡ് ഡ്രൈവിലോട്ടുള്ള ആക്സസ് നടക്കും. അപ്പോൾ ആ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാവുന്നതിന് വേണ്ടിയാണ് ഈ TPM യൂസ് ചെയ്യുന്നത്. ഈ ലാപ്ടോപ്പിന്റെ ഓഡിയോ എന്ന് പറഞ്ഞാൽ ഡോൾബി ഓഡിയോ, ഡോൾബി വോയിസ് ആണ്. അതുകൂടാണ്ട് 2 ഫാർ ഫീൽഡ് മൈക്കും ഇതിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഫാർ ഫീൽഡ് മൈക്ക് എന്ന് പറഞ്ഞാൽ അകലെയാണെങ്കിലും നമ്മുടെ വോയിസ് ക്യാപ്ചർ ചെയ്യുന്ന രീതിയാണ് ഫാർ ഫീൽഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ, ടീംസ് ഒരു സൂമിലുള്ള മീറ്റിംഗ് എല്ലാം നമ്മൾ അകലിൽ നിന്ന് അറ്റൻഡ് ചെയ്താലും ഈ ഫാർ ഫീൽഡ് മൈക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ വോയിസ് അത് ക്യാപ്ചർ ചെയ്തോളും. ഇനി നമുക്ക് ഇതിന്റെ കണക്ടിവിറ്റി ചെക്ക് ചെയ്യാം. കണക്ടിവിറ്റി എന്ന് പറയുന്നത് വൈഫൈയും ബ്ലൂടൂത്തും എന്താണെന്നുള്ളതാണ്. വൈഫൈക്ക് വേണ്ടി ഇത് യൂസ് ചെയ്തിരിക്കുന്നത് വൈഫൈ 6E അഡാപ്റ്ററാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 6E എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡുള്ള ഒരു വയർലെസ് ടെക്നോളജിയാണ്. അതുകൂടാണ്ട് ബ്ലൂടൂത്തിന്റെ 5.3 വെർഷനുള്ള ഹാർഡ്വെയറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കീബോർഡിലോട്ട് വരികയാണെങ്കിൽ ഈ കാണുന്നതാണ് കീബോർഡ്. ഇംഗ്ലീഷ് വിത്ത് അറബിക് കീബോർഡാണ്. ഇതിൽ ട്രാക്ക് പോയിന്റ് 3 ബട്ടൺ ട്രാക്ക് പാഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ളൊരു കീബോർഡാണ്. അതുകൂടാതെ ഒരു ബാക്ക് ലൈറ്റ് ഉണ്ട്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഓൺ ചെയ്ത് ബാക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ കീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷൻ ആയിട്ടും അല്ലെങ്കിൽ ഫംഗ്ഷൻ കീ ആയിട്ടും യൂസ് ചെയ്യാവുന്നവരുണ്ട്. സെപ്പറേറ്റ് നമ്പർ പാഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് സ്പെൽ റെസിസ്റ്റന്റ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് അല്ല, സ്പെൽ. ഒരു ചെറിയ രീതിയിലുള്ള വെള്ളമൊക്കെ വീണാലും ഇത് റെസിസ്റ്റന്റ് ചെയ്യും. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ പോർട്ടുകളുടെ സ്പെക്കുകൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതിന്റെ ഒരു USB Type A പോർട്ട് ഉണ്ട്. അതിൽ 5 GB ആണ് ഇതിന്റെ ലിങ്ക് സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓഡിയോ ജാക്ക് പോർട്ട് ഉണ്ട്. ഇതിൽ മൈക്ക് വിത്ത് ഹെഡ്സെറ്റ് കണക്ടിവിറ്റിയാണ് ഈ പോർട്ടിൽ വരുന്നത്. പിന്നെ വരുന്നത് ഒരു Type C ആണ്. Type Cയുടെ 2 പോർട്ടാണ് ഉള്ളത്. ഒന്ന് ഇവിടെയായിട്ടും ഒന്ന് ഇവിടെയായിട്ടും. ഇത് രണ്ടും തണ്ടർബോൾട്ട് 4 സപ്പോർട്ട് ചെയ്യുന്ന Type C പോർട്ടുകളാണ്. പിന്നെ ഇവിടെ വരുന്നത് ഒരു HDMI പോർട്ടാണ്. HDMI 2.1 ആണ്. 4K ഡിസ്പ്ലേ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് ഇവിടെ നമുക്കൊരു SD കാർഡ് കാണാം. ഇവിടെ ഓപ്ഷണലായിട്ട് ഒരു സ്മാർട്ട് കാർഡ് സ്ലോട്ട് കാണാം. ഈ ലാപ്ടോപ്പിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.3 kg വെയിറ്റ് ആണ് വരുന്നത്. എങ്കിലും അത്ര ഹെവി വെയിറ്റ് അല്ല. നമുക്ക് കൊണ്ടുനടന്ന് മൊബൈലിലായിട്ട് ഇങ്ങനെയുള്ള ഹെവി എൻഡ് വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണിത്. പിന്നെ ഈ ലാപ്ടോപ്പിന് ഓൺ സൈറ്റ് 3 ഇയർ വാറന്റിയാണ് ലെനോവോ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം ഹെവി എൻഡ് ലാപ്ടോപ്പാണ്. ഡിസൈനിങ് പർപ്പസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത്. മൈനിങ് ഉദ്ദേശിക്കുന്നത് ജിയോഗ്രാഫിക്കലായിട്ടുള്ള മൈനിങ് ലൊക്കേഷനൊക്കെ ടാഗ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ, അതൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലാപ്ടോപ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ലാപ്ടോപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്